അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജീവിതത്തിൽ മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ കൂടി സന്തോഷമാകുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് കടന്നു വരാനുണ്ട്. മറ്റുള്ളവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി നമ്മെ ഏറെ സന്തോഷിപ്പിക്കുകയും നമ്മുടെ മനസ്സിന് അതൊരു ആശ്വാസമായി മാറുന്ന സന്ദർഭങ്ങളുണ്ട്. അതൊരു പക്ഷേ വളരെ അവിചാരിതമായി നമ്മൾ ഏതെങ്കിലും മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്ന ഏതെങ്കിലും സൽപ്രവൃത്തികളോ നന്മയോ ആയിരിക്കാം. അത് അവരുടെ മതമോ ജാതിയോ ഭാഷയോ ദേശമോ ഒന്നും നോക്കിയ ആയിട്ടല്ല. അവർ മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിയാണ് പലപ്പോഴും നമ്മൾ സഹായിക്കാറുള്ളത്. പ്രവാചകനും സഹാബത്തുമുള്ള ഒരു സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്ന് നിങ്ങളിൽ ആരാണ് നോമ്പുകാരായിട്ടുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. പിന്നെയും പ്രവാചകൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളിൽ ആരാണ് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചത്? നിങ്ങളിൽ ആരാണ് ഒരു ജനാസയെ പിന്തുടർന്നത്? നിങ്ങളിൽ ആരാണ് ഒരു മിസ്കീനിനെ ഭക്ഷണം കൊടുത്തത്? അപ്പോഴൊക്കെയും അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉത്തരമുണ്ടായിരുന്നു. അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നോമ്പുകാരനായിരിക്കെ തന്നെ ജനങ്ങളെ സഹായിക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. യഥാർത്ഥത്തിൽ റമളാൻ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഇത് ഷഹറുൽ മുവാസത്താണ്, സഹാനുഭൂതിയുടെ, പരസ്പര സഹായത്തിൻ്റെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ ഒക്കെ മാസമാണ്. റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അവൻ കുറേയേറെ പുണ്യങ്ങൾ വ്യക്തിപരമായി നേടിയെടുക്കുന്നു എന്നത് മാത്രമല്ല, ജനങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു എന്നത് കൂടിയാണ്. ജനങ്ങളെ സഹായിക്കുക, അവർക്ക് സേവനം ചെയ്തു കൊടുക്കുക, പടച്ചവനോടുള്ള ബാധ്യത നിറവേറ്റുന്നതോടൊപ്പം തന്നെ പടപ്പുകളോടുള്ള ബാധ്യത കൂടി നിറവേറ്റുമ്പോഴാണ് സ്വർഗം നമുക്ക് ലഭിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞാൻ ഇതെല്ലാം ചെയ്തു എന്ന് പ്രവാചകനോട് പറഞ്ഞല്ലോ. പ്രവാചകൻ അവസാനമായി ആ ഹദീസിൽ പറയുന്നത്, ഇതൊക്കെയും ഈ ഗുണങ്ങളൊക്കെയും ഒരു മനുഷ്യനിൽ വന്നു ചേർന്നാൽ അവന് സ്വർഗം ലഭിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.